പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പെൺകുട്ടി പുഷ്പിണിയാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. പണ്ടത്തെ കാലത്തൊക്കെ പുഷ്പിണിയായി കഴിഞ്ഞാൽ നേരെ വീട്ടിൻ്റെ പുറകുവശത്ത് എവിടെയെങ്കിലും ആ കുട്ടികളെ പറഞ്ഞയക്കുക, ഒരു മൂലയിൽ കൊണ്ടിരുത്തുക, അവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കും, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തും. ആ കുട്ടി ഏതോ വലിയ അപരാധം ചെയ്തത് മാതിരിയാണ് അവരെ കാണിക്കുന്നത്, അവരോട് പെരുമാറുന്നത് അങ്ങനെയാണ്. എന്നാൽ ഈ ഒരു കുട്ടി പുഷ്പിണിയാവുന്നതെന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഒരു മഹത്തായ ഒരു കാര്യമാണ്. പുഷ്പിണി എന്ന് പറഞ്ഞാൽ പൂക്കുന്നത് എന്തിനാണ്? കായ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള സംഗതി വളരെ നിസ്സാരമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഈ പെൺകുട്ടികൾ പുഷ്പിണിയാവുമ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, പുഷ്പിണി ആയിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ തലയിൽ 101 കുടം വെള്ളം ഒഴിക്കണം. അത് ധാരകോരണം എന്ന് പറയും. ശിവക്ഷേത്രത്തിലൊക്കെ ഉള്ള ആ ധാര കണ്ടിട്ടില്ലേ? അത്ര വലിപ്പമുള്ള കുടം മതി. വലിയ എടുക്കാൻ പറ്റാത്ത കുടമൊന്നും എടുത്ത് തലയിൽ ഒഴിക്കണ്ട. ധാര കോരി കഴിഞ്ഞാൽ തലതോർത്തി വീട്ടിൽ കയറി ഉടനെ ആ കുട്ടിക്ക് 2 ഔൺസ് എള്ളെണ്ണ, അത് നല്ലെണ്ണ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കരിപ്പ് കെട്ടി, അതായത് പനബെല്ല, അത് കൊടുക്കണം. കൊടുത്തിട്ട് ഒരു മൂലയിൽ കൊണ്ടിരുത്താതെ നമ്മളെ കൂടെ തന്നെ ആ കുട്ടിയെ താമസിപ്പിക്കണം. ഈ കാലഘട്ടം പ്രധാനമായുള്ളൊരു സമയമാണ്. അതുകൊണ്ട് വലിയ ഓടാനും ചാടാനും കളിക്കാതെയും ഒക്കെ ശരീരം കുറച്ച് ഇളവാതെ നോക്കണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ അവിടെ മൂലയിൽ കൊണ്ടിരുത്ത് എന്നിട്ട് അടങ്ങിയിരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുത്തിയത്. പിന്നെ അതൊരു ചടങ്ങായിട്ട് മൂലയിലേ ഇരുത്തുകൊള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ആ കുട്ടി മൂലയിലായി ഇങ്ങനെ. അത് ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി, കുട്ടികളല്ലേ, അപ്പോൾ ആ ശരീരത്തിൽ വലിയ ഇളക്കം കൊടുക്കാതെ ഒന്നിരിക്കാനാണ്. ഈ അവസ്ഥ തമോ ഗുണം, രജോ ഗുണം, സാധ്യ ഗുണം എന്നൊരു 3 ഗുണങ്ങൾ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഫോടനമാണ്. അതുകൊണ്ടാണ് ഈ ധാര കോരുന്നത്. ഈ അവസ്ഥയെ ത്രിപുരസുന്ദരി എന്ന അവസ്ഥയെന്ന് പറയും സിദ്ധന്മാരൊക്കെ. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. പറ്റുമെങ്കിൽ ഒരു 8-10 ദിവസം മത്സ്യമാംസാദികൾ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടുള്ള വിറ്റാമിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴങ്ങളും മറ്റുള്ള നട്ട്സുകൾ, പയർവകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊടുക്കാം. കൂടുതലും മാനസികമായി സന്തോഷമായിട്ട് ഈ കുട്ടികളെ വയ്ക്കണം. പണ്ടൊക്കെ ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ലാതെ ഉണങ്ങിയിരിക്കും കുട്ടികൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ബന്ധുക്കളൊക്കെ കുറേ അരിയും സാധനങ്ങളും കുറേ മുട്ടയും കൊണ്ടു കൊടുക്കും. ഈ മുട്ട അത്രയും ഈ കുട്ടി കഴിക്കും, ശരീരമൊക്കെ വയ്ക്കും. അതിൻ്റെ ഫലം മുഖക്കുരുവും വേറെ പല അസുഖങ്ങളും ശരീരത്തിലുണ്ടാകും. ഇന്നുള്ള കാലത്ത് അതില്ല, കഴിക്കാനൊക്കെ ആഹാരങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഈ മുട്ടയും ഇറച്ചിയൊക്കെ കൊടുത്താൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തടിക്കും. അതുകൊണ്ടാണ് ഒരു ഷെയ്പ്പില്ലാതെയൊക്കെ ഇപ്പോൾ പിള്ളേർ ഇരിക്കുന്നത്, പെൺകുട്ടികൾ. കൈ വളരണമെങ്കിൽ കൈ മാത്രം വളരും, കഴുത്താണെങ്കിൽ കഴുത്ത്, അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ ആ സമയത്തുള്ള ഭക്ഷണ രീതികളാണ്.
ഇങ്ങനെ നമ്മൾ ധാരകോരി ഭക്ഷണക്രമമെല്ലാം കറക്റ്റാക്കി കൊടുത്ത് വളർത്തുമെങ്കിൽ ആ ഗർഭപാത്രത്തിൽ സത്സന്താനങ്ങൾ വന്ന് ജനിക്കും, മഹാന്മാർ വന്ന് ജനിക്കും, നല്ല ബുദ്ധിയുള്ള ഐശ്വര്യമുള്ള കുട്ടികൾ ജനിക്കും എന്നാണ് സിദ്ധന്മാർ പറയുന്നത്. എനിക്കറിയാവുന്നതൊക്കെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളും അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കൂ. നന്ദി, നമസ്കാരം.